മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിച്ച കൊല്ലം അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് ജവഹർ ഹയർ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കുമുള്ള രോഗനിർണയ ക്യാമ്പ് ഇന്ന് നടക്കും. സ്കൂളിലെ കിണർ വെള്ളത്തിൽ ക്രമാതീതമായ അളവിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കണ്ടെത്തിയിരുന്നു. സുജിത് സുരേന്ദ്രൻ ഇടമുളയ്ക്കൽ നിന്ന് ചേരുകയാണ്. സുജിത്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? എസ്കൈൻ 24 കുട്ടികൾക്ക് ഇവിടെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുകയും ഒപ്പം തന്നെ സ്കൂളിലെ കിണറ്റിൽ ക്രമാതീതമായ രീതിയിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് സ്ഥിരീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾക്കും അതുപോലെ തന്നെ ജീവനക്കാർക്കും മഞ്ഞപ്പിത്ത ബാധയുണ്ടോ എന്ന രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 10:30 മുതലാകും ക്യാമ്പ് ആരംഭിക്കുക. ഇടമുളയ്ക്കൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുക. 9, 10 ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുക. ഒപ്പം തന്നെ സ്കൂളിലെ ജീവനക്കാരെയും അധ്യാപകരെയും എല്ലാം തന്നെ ഈ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്കൂളിലെ കിണറ്റിൽ, പ്രധാന കുടിവെള്ള സ്രോതസ്സായ കിണറ്റിൽ കഴിഞ്ഞ ദിവസം ക്ലോറിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള പരിശോധന നടത്തിയിരുന്നു. ഇന്നും ജലസാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സ്കൂളിൻ്റെ പരിസരത്തുള്ള പ്രദേശങ്ങളിലെ കിണറുകളിലെ വെള്ളമൊക്കെ തന്നെ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം കൂടി വരേണ്ടതുണ്ട്. അതിൻ്റെ ഫലം കൂടി വരുമ്പോൾ കൃത്യമായി സ്കൂൾ തന്നെയാണോ ഇതിൻ്റെ ഉറവിടം, അതായത് ഈ രോഗവ്യാപനത്തിൻ്റെ ഉറവിടം എന്ന കാര്യത്തിലൊരു സ്ഥിരീകരണം വ്യക്തമാകും. ഏതായാലും സ്കൂളിലെ കിണറിൽ നിന്നും രോഗവ്യാപനത്തിനുള്ള സാധ്യത കൂടുതലാണെന്ന് ഉള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ക്യാമ്പ് ആരംഭിക്കുക. ഇടമുളയ്ക്കൽ നിന്ന് സുജിത് സുരേന്ദ്രനാണ് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.